ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിച്ച് സഭയോട് ചേർന്നു. സ്വർഗം സന്തോഷിക്കുന്നെന്ന് പലരും പറഞ്ഞു. സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ്. അതെ, സ്വർഗം സന്തോഷിക്കുന്നു. നമുക്ക് വളരെ ഉള്ളിൽ ആശ്വാസം, സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ദൈവത്തിൽ പങ്കുവയ്ക്കുമ്പോൾ മുഖ്യമായിട്ടും ഈ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ കേൾക്കാനായിട്ടുള്ള, കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് പറയുമ്പോൾ മറ്റുള്ളവര് ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും നോക്കിയിരിക്കണമെന്നോ അല്ലെങ്കിൽ അവരാരും ഇതിൽ പങ്കെടുക്കേണ്ടതോ അല്ല. നിങ്ങൾക്കും തീർച്ചയായിട്ടും അത് ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും അത് ഉണ്ടാകണം, നിങ്ങളും അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെന്നല്ല, നമുക്ക് എല്ലാവർക്കും, നേരത്തെ സ്നാനപ്പെട്ട ദൈവസഭയോട് ചേർന്നിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ പരിശോധിക്കുവാനും, അവർക്ക് ആ തുടക്കത്തിൽ അവർ ചിന്തിക്കുന്ന ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ആ ചിന്തയും ആ വളർച്ചയും എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് പരിശോധിക്കുവാനും ഒരു മുഖാന്തരമായി തീരും. നമുക്ക് അങ്ങനെ ചെയ്യാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് അവിചാരിതമായിട്ട് സംഭവിച്ച കാര്യമാണെന്നോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരു ആക്സിഡന്റലി ഹാപ്പൻ എന്നുള്ള കാര്യമാണോ? അങ്ങനെ സംഭവിച്ചു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലല്ലോ. അതെ, അങ്ങനെയല്ല, ഒരിക്കലും അല്ല. ഇത് നിശ്ചതയില് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നിശ്ചയിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന ഒരു ദിവസത്തെ കാര്യമല്ല, ഇത് നിത്യതയിൽ. എന്നാ എഫ് എസ് ലേഖനത്തിലേക്ക് വരാം. എഫ് എസ് ലേഖനത്തിൽ എന്താണ് വായിക്കുന്നത്? എഫ് എസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഈ വാക്യങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട്, മറ്റാരും വായിച്ചില്ലെങ്കിലും നിങ്ങൾ ഇത് വായിക്കണം. മറ്റുള്ളവരാരും ഇത് ബൈബിളിൽ തുറന്നില്ലെങ്കിലും നിങ്ങൾ അത് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കണം, വായിക്കണം. എഫ് എസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഇംഗ്ലീഷ് ബൈബിളാണ്, പക്ഷെ ഞാൻ മലയാളത്തിൽ വായിക്കാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആവും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ. തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പം നമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളെ തെരഞ്ഞെടുത്തു. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം ക്രിസ്തുവേശുവിൽ പുത്രന്മാരായി ദത്തെടുക്കുവാൻ തന്റെ പ്രിയനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് ദൈവം നമ്മെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു. ദൈവത്തിന്റെ കൃപയിൽ നമ്മളെ എന്തിനു വേണ്ടിയിട്ട്? തന്റെ പുത്രത്വത്തിലേക്ക് മുൻ നിയമിച്ചു. സകല വിവേകത്തോടും ജ്ഞാനത്തോടും കൂടി ദൈവം നമുക്ക് സമൃദ്ധമായി നൽകിയ തന്റെ കൃപാദാനത്തിനൊത്തവണ്ണം കൃപയുടെ മഹാസമ്പത്താൽ സമൃദ്ധമായി നൽകിയ കൃപാദാനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ അവിടുത്തെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കൃപയാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉള്ള വീണ്ടെടുപ്പ് നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നു. അത് തന്നെയാണ് 2-ാം അധ്യായത്തിൽ പറയുന്നു. നമ്മൾ രക്ഷിക്കപ്പെടുവാൻ കാരണമായത് വേറെ ഒന്നുമല്ല. 8-ാം വാക്യം 2:8 എന്താണ്? കൃപയാൽ അത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. അതിന് നിങ്ങൾ അല്ല കാരണം. നിങ്ങളുടെ ഒരു പ്രവൃത്തിയല്ല, നിങ്ങളുടെ ഒരു യോഗ്യതയുമല്ല, നിങ്ങളുടെ ഒരു പ്രയത്നമോ ബുദ്ധിയോ ഒന്നുമല്ല. കൃപയാൽ അത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങളല്ല കാരണം. ദൈവത്തിന്റെ ദാനം അത്രേ. ആരും അഹങ്കരിക്കാതിരിക്കാൻ അത് പ്രവൃത്തിയാൽ ലഭിച്ചതുമല്ല. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി? ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഓർക്കണം, നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത്, സഭയോട് ചേർന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെടാനായിട്ട് ദൈവം എല്ലാവരെയും വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആ ഒരു കാര്യം വ്യക്തമാവുമ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ കൃപയാലാണ്. അത് കൃപയാൽ നമ്മളെ അവിടത്തേക്ക് നടത്തുന്നു. കൃപയുടെ പ്രവൃത്തിയായിട്ട് നമുക്ക് ആ രക്ഷ ഏറ്റുപറയാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ സഭയോട് നിങ്ങൾ ചേർന്നു. കൃപ എന്ന് അപ്പോൾ എന്താണ്? കൃപയാണ് എല്ലാം പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ദൈനംദിനം ഇനി അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. കൃപയാണ് നമ്മളെ നടത്തുന്നത്. ഒരു വാക്യം വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11 വരെയുള്ള വാക്യങ്ങളല്ല. അപ്പൊ നിങ്ങൾ നേരത്തെ സഭയിൽ നിന്ന് കേട്ടിട്ടുള്ളവരാ. എന്നാൽ നിങ്ങളെ ഒന്നുകൂടെ വായിക്കാം. അത് ഞാൻ വായിക്കാം മലയാളത്തിൽ, നിങ്ങളത് ഇംഗ്ലീഷിൽ വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ. മഹാദൈവവും നമ്മുടെ രക്ഷകരമായ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരുന്നുകൊണ്ട്
നാം അബദ്ധിയും ലോകമോഹങ്ങളും വർജിച്ച ഈ കാലഘട്ടത്തിൽ ആത്മനിയന്ത്രണവും നീതിയും ദൈവഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ അത് നമ്മളെ അഭ്യസിപ്പിക്കുന്നു. അപ്പോൾ 13-ാം വാക്യമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എന്താണ്? കൃപയാണ് ഓരോ ദിവസവും ഭക്തിയിൽ ജീവിക്കുവാൻ, ദൈവകൃപ ഭക്തിയിൽ ജീവിക്കുവാൻ, നീതിയിൽ ജീവിക്കുവാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകമോഹങ്ങൾ വിട്ട് ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുവാൻ എന്ത് വേണം? അപ്പൊ നിങ്ങൾ ഇനി ലോകത്തിലോട്ട് ജീവിക്കാൻ പോവുകയാണ്. നിങ്ങൾ പല കാര്യങ്ങളിൽ ഇനി ലോകത്തിലേക്ക് പോകുമ്പോൾ അവിടെ ലോകമോഹങ്ങളാൽ പിടിക്കപ്പെടാതെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? അപ്പൊ ഇത് കുറെ നാൾ സഭയിൽ ഇരിക്കുന്നതല്ലേ. അപ്പൊ ദൈവകൃപ കിട്ടുന്നത് എങ്ങനെയാണ്? വീളയോടല്ലേ ചോദിച്ചു. ദൈവകൃപ ആർക്കാ കിട്ടുന്നത്? എപ്പോഴും നമ്മൾ കേൾക്കുന്നതല്ലേ, എന്താ? താഴ്മയുള്ളവർക്ക്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതല്ല, എവിടുന്നാ പറഞ്ഞത്? പിന്നെ ഉത്തരം വേറെ ആൾ. ഞാൻ ആരോടാ ചോദിക്കുന്നത്? ചോദ്യം ആരോടാ? അറിയാമെങ്കിലും പിള്ളേരോടാ, കുഞ്ഞുങ്ങളോടാണ് ചോദ്യങ്ങളെല്ലാം. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എവിടുന്നാ? ഒച്ചത്തിൽ പറ, വചനത്തിൽ നിന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം, നിങ്ങളെ ഇനി മുന്നോട്ട് നടത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ വചനമാണ്. ഈ അന്ത്യകാലത്ത് ദൈവവചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എങ്കിലും അത് ആവർത്തിക്കുന്നതിന് എനിക്കൊരു മടിയില്ല. ഒരു 2-3 ആഴ്ച മുമ്പാണ് നമ്മൾ വചനത്തെക്കുറിച്ച് പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ടാവും. എന്നാൽ ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ അന്ത്യകാലത്ത് ദൈവവചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അന്ത്യകാലത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഒരുപാട് പേര് വലിയ ബഹളമൊക്കെ വെച്ച് ഒരുപാട് വലിയ ഈ പ്രകടനങ്ങളുണ്ട് ഭക്തിയുടെ. അതാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അന്ത്യകാലത്ത് അനേകര് ഭക്തിയുടെ വേഷം എന്താ? പ്രകടനം. ചാടി എഴുന്നിട്ട് ഓരോന്ന് പറയുന്നു, ഓരോ കൂട്ടാട്ടിരിക്കുമ്പോൾ, സമൂഹത്തിലിരിക്കുമ്പോഴത്തേക്ക് ഭക്തനാണെന്ന് കാണിക്കാനായിട്ട് ഓരോന്നെല്ലാം പ്രകടനം കാണിക്കുന്നത്. അതൊക്കെ ഭക്തിയുടെ വേഷമാണ്. അല്ലെങ്കിൽ വലിയ ഒരു സൗമ്യമായിട്ട് വലിയ ഭക്തിയുടെ വേഷത്തിൽ പല രീതിയിൽ കാണിക്കാം. ഭക്തിയുടെ വേഷം അതൊക്കെ ഏതിന്റെ ലക്ഷണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? അന്ത്യകാലത്ത് ഈ ശക്തിയില്ലാത്ത ആളുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്തിയോ ഒന്ന് പ്രകടിപ്പിക്കുന്ന ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? അവര് തിമോഥെയോസിന്റെ 2-ാം ലേഖനം, തിമോഥെയോസിനുള്ള 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. അത് മുഴുവൻ നോക്കണ്ട. അതിന്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് 8-ാം വാക്യത്തിൽ പറയുന്നു. അവിടെ 2 പേരുടെ പേരൂടെ പറഞ്ഞിട്ടുണ്ട്. അന്നേസ് അംബ്രയോസ് മോശയോട് എതിർക്കുന്ന പോലെ അവരെ എന്താ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവര് സത്യത്തോട്, എന്റെ മറുത്തു നിൽക്കുന്നു. മറുത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എതിർത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ സത്യത്തോട് അവർക്ക് ഒരു താല്പര്യവും ഇല്ല. സത്യത്തോട് എതിർത്ത് നിൽക്കുന്നു. എന്താ മനസ്സിലായത്? അവസാന നാളിലുള്ള ചില അപകടമാണ് പറയുന്നത്. അവസാന നാളിൽ ചില ആളുകൾ ഈ ഭക്തിയുടെ വേഷം കാണിക്കും. നിങ്ങൾ ആ ഭക്തിയുടെ വേഷത്തിന്റെ പുറകെ പോകരുത്. നിങ്ങൾ ഈ ആളുകളെ ഒന്നും നോക്കണ്ട, സഭയിലിരിക്കുന്നവരെ നോക്കണ്ട. നിങ്ങൾ കാണുന്ന ചില പ്രകടനങ്ങളൊന്നും ഭക്തി ആടുന്നില്ല. നിങ്ങൾ ഏതിലേക്കാ നോക്കേണ്ടത്? ദൈവവചനം. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ സത്യത്തെ സ്നേഹിക്കാതിരിക്കുന്നു. സത്യം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വേറെ ചില വാക്യങ്ങൾ നോക്കാം. വേറെ ചില വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് നോക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 3 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഈ ആളുകൾ സത്യത്തോട് എതിർത്ത് നിൽക്കുന്നു. സത്യം എന്നുള്ള വാക്ക് അവിടെ നിൽക്കുന്നു. നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. സോറി, 14-ാം ഞാൻ തന്നെ വഴി സിദ്ധ്യ 6-ാം വാക്യം. മതി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ ഇവിടെ ഇതിനകത്തുനിന്ന് ഒരു കാര്യം എന്ത് കിട്ടും? ഒരർത്ഥം കിട്ടുമല്ലോ. ആദ്യം എന്ന് പറഞ്ഞാൽ സത്യത്തോട് മറുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചേർത്ത് ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തായി?
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറയുമ്പോൾ സത്യം എന്താണ്? സത്യം യേശുവാണ്. അവിടെ നിൽക്കട്ടെ. ഇനി ഒരു വാക്ക്, രണ്ട് വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. ഒന്നുകൂടെ ക്ലിയർ ആയോ? ഒരു കാര്യം കൂടെ അതിനകത്ത് വന്നു. എന്താണ്? എന്റെ വചനത്തിൽ നിന്നാൽ വാസ്തവമായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആകുന്നുണ്ടല്ലോ വായിക്കുമ്പോൾ. ഓക്കെ, ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഇത് വായിച്ചോ? വചനം ശരീരമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവിടുത്തെ തേജസ് പിതാവിന്റെ അടുക്കൽ നിന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി വന്ന ഏകജാതന്റെ തേജസ് തന്നെ കണ്ടിരിക്കുന്നു. ഇത്രയും വായിച്ച 3-4 വാക്യത്തിൽ നിന്ന് ഇനി ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വാ. നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ല ഞാൻ ഉണ്ടാക്കുന്നതല്ല, നിങ്ങളും ഉണ്ടാക്കുന്നതല്ല, പക്ഷെ ദൈവവചനം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വസ്തുത എന്താണ്? ഇതിനകത്ത് ഇത്രയും വാക്യങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? അന്ത്യകാലത്ത് അനേകർ തള്ളിക്കളയുന്നത് ആരെയാ തള്ളിക്കളയുന്നത്? ആരെയാ തള്ളിക്കളയുന്നത്? ഒച്ചത്തിൽ പറ. യേശുവിനെ തള്ളിക്കളയുന്നത് എങ്ങനെയാണ് തള്ളിക്കളയുന്നത്? വചനത്തെ തള്ളിക്കളയുന്നത് കൊണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ വായിച്ചതിനകത്ത് ഈ അർത്ഥം മനസ്സിലായോ? അന്ത്യനാളിൽ അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താ? അനേകരും ബൈബിള് പിടിച്ചോണ്ട് നടക്കും, പക്ഷെ ആ വചനത്തിന് വേണ്ട ഗൗരവം കൊടുക്കത്തില്ല. വചനത്തെ അവരനുസരിക്കുന്നു, വചനത്തിന് അവർ വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല, വചനത്തെ തള്ളിക്കളയുന്നു. വചനത്തെ തള്ളിക്കളയുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വചനത്തെ തള്ളിക്കളയുമ്പോൾ അവർ വാസ്തവത്തിൽ തള്ളിക്കളയുന്ന ആരെയാണ്? യേശുക്രിസ്തുവിനെ തന്നെയാണ്. ഈ വചനം ജഡമായി തീർന്നു, വചനമാണ്, യേശുവാണ്. യേശുവിനെയാണ് തള്ളിക്കളയുന്നത്. വചനത്തിലൂടെ ഈ ബൈബിളിൽ ആകെ വെളിപ്പെടുത്തി തരുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള മുഴുവൻ ബൈബിളിലും നമുക്ക് കാണാവുന്ന ഏക കാര്യം എന്ന് പറയുന്നത്, ഏക വ്യക്തിത്വം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. പിതാവ് ദൈവത്തെ തന്നെ കാണിച്ചു തരുന്നതിനുള്ള പ്രമാണമാണ് നമുക്കറിയാം. ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി തരുന്നത് വചനത്തിലൂടെയാണ് നമുക്കറിയാം. അപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞാൽ, വചനത്തെ തള്ളിക്കളഞ്ഞാൽ അപ്പം യേശുവിനെ തള്ളിക്കളയാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ഏറ്റവും ഗൗരവത്തിൽ ഏതിനു കൊടുക്കുന്നത്? വചനം എന്ത് ചെയ്യണം? വചനം എന്ത് ചെയ്യണം? വിശ്വസിക്കാൻ മാത്രം മതിയോ? അനുസരിക്കണം. വചനം അതെവിടുന്ന്? വചനം എന്നും. അപ്പൊ നിങ്ങൾക്കുള്ള ഉത്തരം, നിങ്ങൾക്കുള്ള ഓരോ ദിവസത്തേക്കുള്ള നടത്തിപ്പ്, നിങ്ങൾക്ക് ദൈവം മുമ്പാകെ ഓരോ ദിവസവും ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട, വേറെ ആരുടെയും വാക്കുകൾ കേൾക്കണ്ട. നിങ്ങൾക്കുള്ളതെല്ലാം, അല്ലെ, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ, നിങ്ങൾക്കുള്ളതെല്ലാം, നിങ്ങൾക്കുള്ള നടത്തിപ്പ് എല്ലാം എവിടെ നിന്ന് കിട്ടും? ദൈവവചനത്തിൽ നിന്ന് കിട്ടും. ദൈവവചനത്തിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിന് എന്ത് പ്രാധാന്യം കൊടുക്കും? കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ, വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും വായിക്കുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പം എല്ലാ ദിവസവും വായിക്കേണ്ട ആവശ്യമില്ലേ? വായിക്കാതെ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരു ഇരുട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ടോർച്ച് കയ്യിലുണ്ടെങ്കിൽ അല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലല്ലേ ദൈവവചനം വെളിച്ചു പാവുന്നു, നിങ്ങൾ പാതയ്ക്ക് വെളിച്ചു പാവുന്നു, അല്ലെങ്കിൽ വെളിച്ചു പാവുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു മുന്നോട്ട് പോകണമെങ്കിൽ, ആരുടെയും നിങ്ങൾക്കൊരു സഹായമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ വെളിച്ചം നിങ്ങൾ നയിക്കണ്ടേ? നിങ്ങൾ ഈ ലോകം എന്ന് പറയുന്നത് മുഴുവൻ അന്ധകാരമാണ്. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വചനത്തിന്റെ വെളിച്ചം വേണം. ഇനി വചനത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇന്നലെ വായിച്ചൊരു വാക്യമുണ്ട്, നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അത് വചനം ഇന്നലെ നമ്മള് ഉപവാസപ്രാർത്ഥന കൂടിയപ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു. വചനം എന്ത് നൽകുന്നു? ഇത് പെട്ടെന്ന് മറന്നു പോകരുത്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന രീതിയിൽ ഇത്ര പെട്ടെന്ന് മറന്നു പോകും. നിങ്ങൾ വലിയ മറക്കത്തില്ലല്ലോ. നിങ്ങൾ നല്ലതായിട്ട് പഠിക്കുന്ന പിള്ളേരാണെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ അങ്ങനെ സ്കൂളിലെ കാര്യമൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കത്തില്ല. അപ്പം വചനം മറക്കാൻ പാടില്ല. വചനമാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. പാടില്ലെന്നല്ല,
അങ്ങനെയുള്ള പാടില്ലെന്ന് ഞാനിങ്ങനെ ഒരു ഇത് പറയുമല്ല, കൽപ്പന അങ്ങനെ ഉണ്ടാകരുത്. നമ്മളെ മുന്നോട്ട് നടത്തും. വചനം മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ബൈഹാർട്ടായിട്ട് പറയും. അല്ല, നമുക്ക് നടക്കാൻ ഓരോ സമയത്തും അത് ആവശ്യമായിട്ട് സഹായത്തിന് ഓർമ്മപ്പെടുത്തി തരും. അതിന് ദൈവാത്മാവ് നമ്മളെ സഹായിക്കും. ആ ഒരു ആവശ്യബോധം നിങ്ങളിൽ ഉണ്ടാകണം. അതാണ്. അപ്പം എന്താണ് ആ വാക്യം ഓർമ്മയുണ്ടോ? അത് വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പ്രായമുള്ളവരോട് ചോദിക്കും. വചനത്തോട് ചേർത്ത് വചനം. ഏത്? ആ, അത് തന്നെ, 10:17. 10:17 അത് വായിക്കാം. റോമർ 10:17. അപ്പൊ നിങ്ങൾക്ക് വചനം വെറുതെ നിങ്ങളെ മുന്നോട്ട് നടത്തുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വരുന്നത് തന്നെ എവിടുന്നാ? അവിടെ ഒരു കാര്യം പറഞ്ഞത്, ആ വാക്യത്തിൽ നിന്ന് റോമർ 10:17 നിന്ന് നമ്മൾ എന്താ വായിക്കുന്നത്? റോമർ 10:17 നിന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ എന്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. അങ്ങനെ വിശ്വാസം ദൈവ സന്ദേശത്തിന്റെ കേൾവിയാലും കേൾവി ക്രിസ്തുവിനെ കുറിച്ച് വചനത്താലും ഉണ്ടാവുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ ഓരോ ദിവസവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് ഏതിലൂടെയാ? ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിലൂടെയാണ് നിങ്ങളിൽ എന്തുണ്ടാകുന്നത്? വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പോൾ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അത് വചനത്തിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് എത്ര പ്രാധാന്യമുണ്ട്? വളരെ പ്രാധാന്യമുള്ളതാണോ? ആണോ? താഴ്മയെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. അതിന് മുമ്പ് വേറെ ചില വാക്യങ്ങളൂടെ പറഞ്ഞതിന് ശേഷം. അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? വചനത്തെ വളരെ ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യമുള്ള വചനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ വായിക്കണം. സഭയിലൂടെ കേൾക്കും, വേറെ മീറ്റിങ്ങുകളിലൂടെ കേൾക്കും. കേൾക്കുന്ന വചനത്തില് നിങ്ങൾക്കുള്ള കൽപ്പനകളുണ്ട്. നമ്മളിങ്ങനെ ഇവിടെ മെമ്മറി വേർഡ്സ് ആയിട്ട് കൽപ്പനയും വാഗ്ദാനവും മാറി മാറി വായിക്കുന്നു എന്നുള്ളതിനകത്ത് ഒരു ചടങ്ങ് പോലെ വായിക്കുകയല്ല. ആ കൽപ്പനകൾ എന്തിനു വേണ്ടിയാ? ദൈവ കൽപ്പനകൾ എന്തിനു വേണ്ടിയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദൈവവചന കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ അപകടം മനസ്സിലാക്കണം. എന്താണ്? ദൈവവചന കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നമ്മള് കർത്താവിന് തള്ളിക്കളയുന്നത് മാത്രമല്ല, നീ അന്ത്യകാലത്ത് ഒരു ഭക്തിയുടെ വേഷമായിട്ട് നടക്കുക എന്നവരായി പോകും. വചനമുണ്ട്, സഭയെ വരുന്നുണ്ട്, ബൈബിൾ പിടിച്ചോണ്ട് നടക്കുന്നുണ്ട്, പക്ഷെ അനുസരിക്കുന്നില്ലെങ്കിൽ എന്താണ് എന്താ ഗുണം? ദൈവത്തെ തള്ളിക്കളയുന്ന പോലെയാണ്, കർത്താവിനെ തള്ളിക്കളയുന്ന പോലെയാണ്. നമുക്ക് ആ അപകടം ഉണ്ടാകരുത്. അങ്ങനെ തള്ളിക്കളഞ്ഞാൽ, വചനത്തെ അനുസരിക്കാതെ വചനത്തെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞാൽ നമ്മൾ കർത്താവിനെ നിഷേധിക്കുകയാണെന്നുള്ളത് ഓർക്കണം. ഇതൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരും കൂടെ ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ ഈ കാര്യം? നേരത്തെ സ്നാനപ്പെട്ടവർ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ നടന്നതെന്ന്? ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുതിയൊരു തുടക്കം കിട്ടി, അന്ന് മുതൽ ഞാൻ ഇങ്ങനെ വചനത്തിൽ ആശ്രയിച്ചാണോ ജീവിച്ചതെന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വചനത്തിന് വേണ്ട ഗൗരവം കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കണം. ഈ പകൽക്കാലം ഒന്ന് പരിശോധിക്കാം. നമുക്ക് ഒന്നുകൂടെ കർത്തവ്യ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുന്നുണ്ടോ നമുക്ക് പരിശോധിക്കാം. വചനത്തിന് വേണ്ട ഗൗരവം കൊടുത്തിട്ടുണ്ടോ? വചനത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ മനസ്സ് വെച്ചിട്ടുണ്ടോ? ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കൽപ്പനകളെ ഞാൻ പ്രമാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഞാൻ കൽപ്പനകളൊന്നും എടുക്കുന്നില്ല. ഒരുപാട് കൽപ്പനകളുണ്ട്. വചനം മുഴുവൻ കൽപ്പനകളാണ്. എത്രയാ എണ്ണ വേണ്ട പറയുന്നത്? എത്ര കൽപ്പന ഉണ്ടെന്നാണ്? പുതിയ നിയമത്തിൽ തന്നെ 250 അങ്ങനെയല്ല, ഏതാണ്ട് കൽപ്പനകളോ എനിക്ക് എണ്ണ എത്രയോ കൽപ്പനകൾ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ? ഞാൻ ഒരിക്കലും ഈ കൺകോർഡൻസ് പുതിയ നിയമത്തിൽ 250 അങ്ങനെ ഉണ്ട്. 250 കൽപ്പനകൾ എഴുതിയിട്ടിരിക്കുന്ന പോലെ തോന്നിയത് എന്റെ ഓർമ്മയാണ്. ഏതായാലും കുറെ ഉണ്ട്. അപ്പൊ അതെല്ലാം എന്തിനുള്ളതാ? അനുസരിക്കാനുള്ളതാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ വചനം വായിക്കുമ്പോൾ കൽപ്പനകൾ നമുക്കുള്ള പ്രമാണങ്ങളായിട്ട് തെളിഞ്ഞു വരുമ്പോൾ, നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ, നമുക്ക് ഇതുവരെ സംസാരിച്ചായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ വായിച്ചുവിടുക. ദൈവം സംസാരിച്ചായിട്ട് ഇതുവരെ തോന്നിയില്ല. എന്നാൽ ഇന്ന് പോലെ ദൈവവചനം വായിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇന്ന് പോലെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ സ്നാന ദിവസമെങ്കിലും നമുക്കൊന്നുകൂടെ പുതുക്കാം, നമുക്കൊന്നുകൂടെ അനുഭവത്തിലേക്ക് വരാം. ദൈവം ഇന്ന് പോലെങ്കിലും അത് ദൈവശബ്ദമായിട്ട് ഞാൻ കേൾക്കണം എന്നുള്ള ഒരു വിചാരത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്ക് വരാം. ഏത് 1050 ആണോ? ഞാൻ ഒരു കോൺകോർഡൻസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കണ്ടിരുന്നു. ഒത്തിരി കൽപ്പനകളുണ്ട്. അതാ ആയിരക്കണക്കിന് കൽപ്പനകൾ എന്ന് പറയാം പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിലും കൂടെ കൂട്ടി വരുമ്പോൾ എത്ര കൽപ്പനകൾ. അപ്പൊ വചനത്തിൽ ആകെ കൽപ്പനകളുണ്ട്. ഈ കൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെയാണ് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നതാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട്
നമുക്ക് ഇതിനെ ഗൗരവത്തോടെ കാണാം. ഇതുവരെ ഗൗരവത്തോടെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് അത് മാനസാന്തരപ്പെടാം. ഇതുവരെ നമുക്ക് അത്ര ഗൗരവം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടാം. ഈ കുഞ്ഞുങ്ങളുടെ സ്നാന ദിവസം നമുക്കൊരു പുതിയ തുടക്കം ആയിട്ട് മാറ്റാം. വചനം ഗൗരവത്തോടെ ഏറ്റെടുക്കാം. ഇന്ന് നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? സ്കൂളിലേക്ക് അല്ലേ? സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു പല പിള്ളേരുമായിട്ട് ചേരുന്ന സ്ഥലം. നിങ്ങൾ അവിടെ വേറെ ഇന്ന് സ്നാനപ്പെട്ട് ഇങ്ങനെ വെള്ളാക്കി ഇട്ടിരിക്കും, വെളുത്തേ കൊടുക്കും. അവിടെ ഇങ്ങനെ അതുകൊണ്ട് അങ്ങനെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ നിങ്ങൾ അവരെ വ്യത്യസ്തമായിട്ട് എന്നും വെള്ളയിട്ടോണ്ട് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ അവിടെ എല്ലാ ദിവസവും നിങ്ങൾ മാറി വേറെ പ്രത്യേകതയുള്ളവരെ കാണിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഭക്ഷണം എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ പ്രത്യേകതയുള്ളവരാണെന്ന് എങ്ങനെയാണ് അവിടെ? നിങ്ങൾ അവിടെ അവരുമായിട്ട് ചേരുമ്പോഴത്തേക്ക് അവരുടെ കൂടെ നിങ്ങൾ വർത്താനം പറയാതിരിക്കണോ? മിണ്ടാതിരിക്കണോ? അവരോട് ഞാൻ ഇങ്ങനെ മിണ്ടത്തില്ല എന്നാണോ? അവർ എഴുതിയ മറ്റു കാര്യങ്ങൾ ഇടപെടണ്ടേ? എല്ലാ സ്കൂളിൽ നടക്കുന്ന ആക്ടിവിറ്റീസും എല്ലാം നിങ്ങൾ പങ്കെടുക്കും. പക്ഷേ അതിന്റെ നടുവിൽ നിങ്ങൾ ദൈവമക്കളാണെന്നുള്ള ബോധത്തോടെ നിങ്ങൾക്ക് അവിടെ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നിങ്ങൾ വചനത്തിൽ പ്രാധാന്യമുള്ളവരായിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് ലോകത്തിലേക്ക് പോകുന്ന നിങ്ങൾ ഞാൻ ഒരുപാട് വചനങ്ങൾ നമുക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എന്നാൽ ഞാൻ ഒരു വേദഭാവം മാത്രം വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് വേണ്ടി. അത് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ, ചെറുപ്പക്കാരനായ തിമോത്തിയോസിനോട് തിമോത്തിയോസിന് എഴുതുമ്പോൾ തിമോത്തിയോസിന് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മളൊരു വേദഭാഗം കാണുന്നുണ്ട്. അത് മാത്രം വായിക്കാം. അത് വേദത്തിൽ വായിച്ചിട്ട് അവിടെ അതിനകത്ത് ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്നുള്ളതും ഒന്നുണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാകണമെന്നുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഭാഗത്തു നിന്ന് നമുക്ക് തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായം 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉത്കൃഷ്ടമായ വചനങ്ങൾ നിങ്ങൾ എടുത്തോ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. നിങ്ങളത് ഇംഗ്ലീഷിൽ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉത്കൃഷ്ടമായ വചനങ്ങൾ ഭക്തിക്ക് യോജിച്ച ഉപദേശവും സ്വീകരിക്കാതെ വ്യത്യസ്തമായി ഉപദേശിക്കുന്നവർ അഹങ്കരിച്ച തിരിച്ചറിവില്ലാത്തവരായി തീർന്നിരിക്കുന്നു. അയാൾ തർക്ക വിഷയങ്ങളും വാക്കുകളെ കുറിച്ചുള്ള വിവാദങ്ങളിലും ദുർവാസന പുലർത്തുന്നവനാണ്. അതായത് വചനം അനുസരിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് വചനത്തെ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് തൽഫലമായി അങ്ങനെ വരുമ്പോൾ എന്തോ അസൂയ, ഭിന്നത, ദൂഷണം, ദുശംശയം, ദുർബുദ്ധി, സത്യദായികളായ മനുഷ്യർ തമ്മിലുള്ള വാദകോലാഹലം എന്നിവയുണ്ടാകുന്നു. അവർ ദൈവഭക്തിയെ ഒരു ആദായ മാർഗമായി കരുതുന്നു. എന്നാൽ സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി വലിയ ആദായം തന്നെ. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് നമുക്കൊന്നും കൊണ്ടുപോകാനും കഴിയുന്നതല്ല. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനികരാകുവാൻ ആഗ്രഹിക്കുന്ന പ്രലോഭനങ്ങളിലും കെണിയിലും കുടുങ്ങി തകർച്ചയിലും നാശത്തിലും മനുഷ്യരെ മുക്കിക്കളയുന്ന ബുദ്ധിഹീനമായ ദോഷകരമായ മോഹങ്ങളിലും വീണുപോകുന്നു. ദിവ്യാഗ്രഹം സകല ദോഷങ്ങളുടെയും വേരാണ്. ചില ദിവ്യം മോഹിച്ചിട്ട് വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും ദാരുണവേദനയിൽ അധീരരാകുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ മനുഷ്യ, നീ ഇവയിൽ നിന്ന് വിട്ട് ഓടിയാകലുക. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, സഹിഷ്ണുത, സൗമ്യത എന്നിവ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ മുറുകെ പിടിക്കുക. അതിനായി നീ വിളിക്കപ്പെടുകയും അനേക സാക്ഷികളുടെ മുമ്പിൽ ആ കാര്യം ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നീ ഈ കൽപ്പനകളെ നിഷ്കളങ്കമായി നിരാശമായി പ്രമാണിച്ചു കൊള്ളണമെന്ന് സകല ജീവിതത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെയും പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നല്ല സാക്ഷ്യം നിർവഹിച്ച യേശു ക്രിസ്തുവിന്റെയും സാക്ഷിയാക്കി ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതുന്ന ഒരു വിശദമായ ചില പ്രബോധന വാക്യങ്ങളാണ് തുടർച്ചയായിട്ട് കണ്ടത്. ഇതിനകത്ത് നിങ്ങളോട് പ്രധാനമായിട്ട് എടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ഈ വചനത്തെ വിട്ടുകളഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ലോകത്തുകാരെ പോലെ വീണ്ടും അസൂയ, ഭിന്നത, ദൂഷണം. അതാണ് ഞാൻ പറഞ്ഞത്. സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളെ വേർപെട്ട് നിർത്തുന്നത് എന്താണ്? നിങ്ങൾക്ക് അസൂയ കാണത്തില്ല ആരോട്. സ്കൂളിൽ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട്? അസൂയയും കുശുമ്പും അല്ലേ? അത് ദൈവമക്കളായ നിങ്ങൾക്ക് അത് ഉണ്ടാകാനേ പാടില്ല. അസൂയ ഇല്ല. പിന്നെ തമ്മിൽ എന്തുണ്ട്? സ്കൂളിൽ വേറെ ഒരു ചെറിയ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്തുണ്ടാവും? വഴക്കും പിണങ്ങിയൊക്കെ ഇരിക്കത്തില്ല. ഭിന്നത, അതൊന്നും ഭിന്നത. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ദൂഷണം, കുറ്റം പറയുന്നത്, അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പൊ ആരെയും നിങ്ങളുടെ അടുത്ത് വന്ന ഒരു വേറെ കൊച്ചിന്റെ കുറ്റം പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ? അടുത്തിരിക്കുന്ന ആ എയും ബിയും രണ്ട് പിള്ളേര്, അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കിയിട്ട് ഒരു കൊച്ചു വന്ന് നിങ്ങളുടെ അടുത്ത് അവൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും? ആണോ അങ്ങനെയാണെന്ന് വെച്ചാൽ അവളുടെ കൂട്ടത്തിൽ കൂടുവോ? അതോ എന്ത് ചെയ്യും? പറ.
ഇപ്പൊ ഇവിടെ പറയാനുള്ള പറഞ്ഞത് ഇനി നാളത്തെ കാര്യം ഈ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനോട് എങ്ങനെ ആയിരിക്കും? മനസ്സിലായല്ലോ ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എങ്ങനെ ആയിരിക്കും അവിടെ. അതിനോടൊരു സമീപനം നിങ്ങൾക്ക് അതിനോട് അവരോട് സ്നേഹത്തിൽ തന്നെ അതിനോട് നോ പറയാൻ, അല്ലെങ്കിൽ ഞാൻ അതിനോട് താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് കാണിക്കാൻ പറ്റും? ഒരു വേർപാട്. ആ വേർപാട് നിങ്ങളെ ആരാക്കി മാറ്റുന്നു? അവിടെ ദൈവമകളാക്കി മാറ്റുന്നു. നിങ്ങളുടെ ഒരു പെരുമാറ്റം കൊണ്ട് അവർ നിങ്ങളെ ദൈവമകളായിട്ട് മനസ്സിലാക്കുന്നു. അതാണ് നമുക്ക് വേണ്ട സാക്ഷ്യം. നിങ്ങൾ ആ ഭാഗം വായിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക അതിനെക്കുറിച്ച്. പിന്നെ വേറൊരു കാര്യം അവിടെ 6-ാം വാക്യം പറഞ്ഞിട്ടുണ്ട്, സംതൃപ്തിയോടുള്ള ദൈവഭക്തി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, ഉണ്ണാനും കൊടുക്കാനുണ്ടെങ്കിൽ മതി. അതുകൊണ്ട് എപ്പോഴും കണ്ടന്റ്മെന്റ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്കില്ലാത്തത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. ഇല്ലാത്തത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടോ? പണ്ടും ഉണ്ടായിരിക്കും, പക്ഷെ ഇനിയല്ല. പഴയ മനുഷ്യൻ വാശി പിടിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് ഇന്ന ഉടുപ്പ് മേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുള്ള ആരാട്ടൊക്കെ ഉണ്ടെന്ന് എന്നോടാകുന്നു വിശ്വാസം പറഞ്ഞു. പിള്ളേരൊക്കെ അങ്ങനെ ചിലപ്പോൾ എനിക്കിത് ഉടുപ്പ് മേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പിള്ളേരുണ്ടല്ലോ. അങ്ങനെ 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 ചെയ്തിട്ടുണ്ടായിരിക്കും പണ്ട്. ഇനി അങ്ങനെ ചെയ്യുമോ? അല്ലെങ്കിൽ ഉടുപ്പിന്റെ കാര്യമല്ല, വേറെ എന്തെങ്കിലും കാര്യം അങ്ങനെ വാശി പിടിച്ചോ? അപ്പനോടും വാശി പിടിച്ചിരിക്കുമോ? സ്കൂളിൽ വാശി പിടിക്കുമോ? അവള് ഒരു കൊച്ചു എനിക്ക് നീ ആ ബുക്ക് തന്നില്ല, അതുകൊണ്ട് ഇനി നിന്നോട് ഞാൻ മിണ്ടത്തില്ല, അങ്ങനെ പറയുമോ? അല്ല, അത് വാശിയുടെ കാര്യമല്ല. ഇത് അത് നേരത്തെ പറഞ്ഞ ഭിന്നതയ്ക്കകത്ത് വരുന്നത്. സ്കൂളിൽ തൃപ്തി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ സാഹചര്യങ്ങളില് നിങ്ങൾക്ക് ധാരാളമായിട്ട് ദൈവം തരും. മുൻപേ തന്നെ രാജ്യനീതി അന്വേഷിക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നല്ലേ വാഗ്ദാനം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാം ദൈവം നൽകും. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ദൈവം നോക്കും. പക്ഷെ അപ്പൊ കിട്ടാത്ത എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ അസ്വസ്ഥതയ്ക്ക് പെറുപെറുത്തും, പരാതി പറഞ്ഞ് അപ്പനെ അമ്മയും ബുദ്ധിമുട്ടിക്കുന്ന പരാതി പറഞ്ഞ് ഞാൻ ഇനി അങ്ങനെ അങ്ങോട്ട് വരത്തില്ല, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാശി പിടിക്കുവോ? പിടിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ? അതൊക്കെ നമ്മൾ എവിടെ കളഞ്ഞു? ഇന്ന് അതെല്ലാം നമ്മൾ കുഴിച്ചിട്ടു ഇല്ലേ? ഇന്ന് നമ്മൾ പുതിയൊരു തുടക്കമായിരുന്നു. അപ്പൊ ഇനി അത് ഉണ്ടാകരുത്. അറിയാതെങ്കിലും വന്നാൽ നമ്മൾ അപ്പൊ തന്നെ അറിയാതെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അപ്പൊ അതിനെന്ത് പറയണത്? ഏറ്റു പറയണം. അപ്പനോടും പറയണം, അതോടൊപ്പം ദൈവത്തോട് അത് ഏറ്റു പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഇന്ന് മാതാപിതാക്കളൊക്കെ അങ്ങ് വലിയ സന്തോഷിച്ച് ഇങ്ങനെ ചിരിക്കുക തലയാട്ടമൊക്കെ ചെയ്യുന്നു. നിങ്ങളുടെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നിങ്ങൾ വലിയ വാശിക്കാരാ. അത് കണ്ടിട്ട് ഈ പിള്ളേർ വാശിയുള്ളതെന്ന്. ഭാര്യയും ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കുന്നില്ലേ? മിണ്ടാതിരിക്കുന്ന ഭാര്യയും മിണ്ടാതിരിക്കുന്ന ഭർത്താവും, അല്ലെങ്കിൽ വേറെ മിണ്ടാതിരിക്കല്ല, അതിനേക്കാളും കടന്ന കൈയാ ചെയ്യുന്നത് വാശി പിടിച്ചിട്ട്. അപ്പൊ പിള്ളേരെവിടെയാ കാണേണ്ടത്? ഈ പറയുന്ന പിള്ളേരോട് മാത്രമല്ല, പിള്ളേർ ഇത് കാണണമെങ്കിൽ എവിടുന്ന് കാണണം? അവർക്കുള്ള മാതൃക ഉള്ളതിൽ തൃപ്തരാകുക എന്നുള്ളത് ആരാ കാണിച്ചു കൊടുക്കേണ്ടത്? മാതാപിതാക്കളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് പിള്ളേർ കാണുന്നത്. പക്ഷെ നിങ്ങൾ മാതാപിതാക്കൾ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാനിപ്പോ മാതാപിതാക്കളെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ രീതിയില്ല. മാതാപിതാക്കൾ എല്ലാവരും നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഇതുപോലെ ഭദ്രം അനുസരിക്കേണ്ടവരാണ്. നിങ്ങളോടിപ്പോ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിലേക്ക് പുതിയ ഒരു തുടക്കം കിട്ടിയതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തെ കൂടുതൽ ഗൗരവത്തോടെ കാണണം. പിന്നെ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, പണത്തെ സ്നേഹിക്കരുത്. പണസ്നേഹം ഇല്ല, കാശിനെ അല്ല, കാശല്ല വരുന്നത്. പണസ്നേഹം എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് സകല ദോഷത്തിന്റെയും കാരണമാകുന്നു. ദൈവം നമുക്ക് വേണ്ട തരും. നിങ്ങൾ പഠിച്ചു മിടുക്കന്മാരായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം നല്ല ജോലി നല്ല ഉദ്യോഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരും. പക്ഷെ അന്നേരവും നിങ്ങൾ എന്തുണ്ടാവണം? അന്നേരവും നിങ്ങൾ പണത്തെ സ്നേഹിക്കരുത്. അതിപ്പോഴേ തുടങ്ങണം. നിങ്ങൾക്ക് നാളെ ദൈവം നല്ല നിലയിൽ നിങ്ങളെ നല്ല ഉദ്യോഗസ്ഥന്മാരാക്കിയ നിങ്ങൾക്ക് നല്ല ശമ്പളത്തോടുകൂടി ജോലി കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ പണത്തെ സ്നേഹിക്കുമോ? ഇപ്പൊ കൊച്ചുപിള്ളേരായിരിക്കുമ്പോഴത്തേക്ക് എളുപ്പം പറയാം. പക്ഷെ അന്നേരവും പണത്തെ സ്നേഹിക്കരുത്. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജോലിയാണ് വലിയ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നും അത് നടക്കരുത്. അപ്പോഴും പണത്തെ അല്ല സ്നേഹിക്കേണ്ടത്, ദൈവത്തെ ആയിരിക്കണം സ്നേഹിക്കേണ്ടത്. നിങ്ങൾ ദൈവം തരും, നല്ല ജോലി തരും, നല്ല ഉദ്യോഗം തരും, നല്ല ശമ്പളം തരും. പക്ഷെ അപ്പോഴും ഇത് ഓർക്കണം, ദൈവാഗ്രഹം സകലവിധ ദോഷത്തിന്റെ കാരണമാകുന്നത് മാത്രമല്ല നമ്മുടെ വിശ്വാസം പോലും ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ കാര്യമാണ് നിങ്ങൾ വീണ്ടും ഓർക്കേണ്ടത്. 11-ാം വാക്യത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഏതാണ്? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം,
സഹിഷ്ണുത, സൗമ്യത, ഇതിനായിരിക്കണം പ്രാധാന്യം കൊടുക്കണം. ഇത് ഓരോന്നിനെ കുറിച്ച് വിശദമായിട്ട് പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രം, സൗമ്യതയെ കുറിച്ച് മാത്രം. സൗമ്യത എന്ന് പറയുന്നത് എന്താ? അത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാക്യമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ്. ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത് എന്താണെന്നാ പറഞ്ഞത്? ദൈവത്തിന്റെ വചനമാണ്. അല്ല, ദൈവത്തിന്റെ കൃപ. വചനം നമുക്ക് ഉപദേശങ്ങൾ തരുന്നു. പക്ഷെ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപയോട് ചേർന്ന് വരുന്നൊരു കാര്യമാണ് സൗമ്യത. അവിടെ പറഞ്ഞായിരുന്നല്ലോ, കൃപ ആർക്കാണ് കൊടുക്കുന്നത്? താഴ്മയുള്ളവർക്കാണ്. താഴ്മയും സൗമ്യതയും ഒക്കെയാണ്. താഴ്മയും സൗമ്യതയും ചേർന്ന് വരുന്ന വാക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് സൗമ്യതയെ കുറിച്ച് കുറച്ചുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് സൗമ്യത? നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് സൗമ്യതയാണെന്നാണ്. സൗമ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ സൗമ്യത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വേറൊരു ആത്മീയ ഭാഷ. നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ, വലിയ അങ്കിളുമാരും ആന്റിമാരും ഒക്കെ പറയുന്നത്. അപ്പൊ ഇത് ഒരു ആത്മീയ ഭാഷയിൽ എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എല്ലാവരും പറയുന്നത് താഴ്മയും ഹൃദയത്തിന്റെ ഒരു കാര്യം പറയത്തില്ലേ? ഒരു ഇംഗ്ലീഷ് വാക്ക് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ നമ്മുടെ സഭയിൽ. എപ്പോഴും പറയുന്ന ഒരു വാക്കില്ല, സൗമ്യതയും താഴ്മയുള്ളതിനെ പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് പറയാറില്ല. ബ്രോക്കൺനെസ് എന്നുള്ള ഒരു വാക്ക് നമ്മുടെ വീഡിയോയിൽ ചുമ്മാ പറയുന്നല്ലേ എല്ലാവരും, വെറുതെ എന്താണെന്ന് അറിയാൻ പോലും എല്ലാവരും ബ്രോക്കൺ. അതിന് മലയാളം എന്താ? നുറുക്കം. അത് നിങ്ങൾക്കറിയാം എന്താ? അത് എത്ര കേൾക്കുന്നല്ലേ നമ്മുടെ ചർച്ചിൽ ചുമ്മാ എപ്പോഴും കേൾക്കുന്ന വാക്കാ എന്ത്? നുറുക്കം. അതാണ് സൗമ്യവും താഴ്മയും ഉള്ളവരുടെ ഒരു കാര്യമാണ് നുറുക്കം. ഹൃദയ നുറുക്കം എന്ന് പറയും. ഹൃദയ നുറുക്കം അതുപോലെ ചേർന്ന് വരുന്നത്. അപ്പൊ അതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രാക്ടിക്കലായിട്ട് അത് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? പഴയ മനുഷ്യനുണ്ടായിരുന്നു. അത് നമുക്ക് ചില കാര്യങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മള് ഹൃദയ നുറുക്കം ഇല്ലാത്തതിന്റെ കാര്യം, എങ്ങനെയാണെന്നുള്ളത് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഹൃദയ നുറുക്കം ഉണ്ടോ എന്നുള്ളത്. ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും നമ്മൾക്ക് ദേഷ്യം വരാറുണ്ടോ? വീട്ടിൽ ദേഷ്യം വരത്തില്ലേ? ദേഷ്യം വരുമ്പോൾ അതിനെ എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്? ഞാനുപെട്ടവരുടെ പറയാം, പഴയ മനുഷ്യനാണ്. ഇങ്ങനെയാണ് ശക്തമായ വാക്കുകൾ, വലിയ കട്ടയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ദേഷ്യപ്പെട്ട് വല്ലതൊക്കെ പറയത്തില്ലേ? അങ്ങനെ പറയുന്നത് ആരാ? ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും അങ്ങനെ പറയുന്നെങ്കിൽ അതാരാ? മൂർഖമില്ലാത്തവർ, താഴ്മയില്ലാത്തവർ, അല്ലെങ്കിൽ സൗമ്യത ഇല്ലാത്തവർ. സൗമ്യത ഇല്ലാത്തതിന്റെ ലക്ഷണമാണ് ഇത്. ശക്തമായ വാക്കുകൾ, കഠിനമായ വാക്കുകൾ. ഇത് ആരോടും കൂടെ പറയുന്നത് കേട്ടോ. ശക്തമായ വാക്കുകളൊക്കെ പറയുന്നത് ആരാ? മൂർഖമില്ലാത്തവര്. ഇവിടെ നുറുക്കപ്പെട്ടവരായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ശക്തമായ വാക്കുകൾ സംസാരിക്കുന്നെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽ പെടുമെന്നുള്ളത് ഓർത്തോണം. നേരത്തെ സ്ഥാനപ്പെട്ട് വരും. നമുക്കൊരു ഒരു 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 ഇതാണ് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള നമ്മൾ അനുഭവത്തിൽ വരുന്നത്. ശക്തമായ വാക്കുകളിലൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അതിന് ന്യായമുണ്ട് അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ എങ്ങനെ ശരിയാകുന്നു അല്ലേ? എന്റെ ആ കാര്യങ്ങളിൽ പിന്നെ ആ സാഹചര്യത്തിൽ അങ്ങനെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? പറഞ്ഞില്ലെങ്കിൽ ശരിയാവുമോ? ഇങ്ങനെയൊക്കെയുള്ള ന്യായീകരണമില്ലേ? പക്ഷെ ആ ന്യായീകരണങ്ങളൊന്നും ദൈവമക്കൾക്കുള്ളതല്ല. അത് ലോകത്തിന്റെ മക്കളാണ് ന്യായീകരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം വചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൽപ്പന എന്താണ്? കോപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ശക്തമായ വാക്കുകളുടെ കോപിക്കാമെന്നാണോ? കോപിക്കുകയേ ചെയ്യരുതെന്നാണ് എഫെസ്യ ലേഖനത്തിന്റെ വാക്യം എന്താ പറയുന്നത്? എല്ലാ കോപവും ക്രോധവും അങ്ങനെ ഏതോ വാക്യം 4:31. എല്ലാ കയ്പും കോപവും ക്രോധവും കലഹവും ദൂഷണവും അവിടെ കോപവും ക്രോധവും കലഹവും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒച്ചത്തിലുള്ള സംസാരമൊക്കെ അതിനകത്ത് വരുന്ന നമ്മൾ അങ്ങനെ ഒരു കാര്യമേ നമുക്ക് ഉണ്ടാകരുതെന്നാണ്. ഒന്നും ഉണ്ടാകരുത് ദൈവമക്കൾക്ക്. അതാണ് നമുക്കുള്ള കൽപ്പന. നമുക്ക് പിന്നെ നമ്മളിപ്പോ ദേഷ്യപ്പെട്ടായിട്ട് പറയുമോ? ദേഷ്യപ്പെട്ടില്ലേ ശരിയാകത്തില്ല. അവളോട് ഇച്ചിരി 2 വാക്ക് അങ്ങനെ കട്ടിയായിട്ട് പറഞ്ഞാലേ മനസ്സിലാവും. ഞാനും അത് പറയുന്ന കാര്യമാണ്. ഞാനും അത് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാനസാന്തരം പല സമയത്ത് വീഴുന്ന ഒരു മേഖല. നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ ശക്തമായ വാക്കുകളിലൂടെ ശബ്ദം ഉയർത്തി കഠിനമായിട്ടൊക്കെ പറയുന്നത് അത് പാപമാണ്. ഞാനത് ഏറ്റുപറയുന്നു, പാപമാണ്. അത് ദൈവസന്നിധിയിൽ നമ്മളെ നുറുക്കമില്ലാത്തവരാക്കും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളിപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യം ഉണ്ടാകാനേ പാടില്ല. ഭാവിയിൽ നിങ്ങൾ ഭാവി കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അത് ഇന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് അത് വലിയ പ്രധാനമായിട്ട് മാറും.
രണ്ടാമത്തെ വേറൊരു കാര്യം, ക്ഷമിക്കാതിരിക്കുക. ക്ഷമ ഒരു ക്ഷമ. നമ്മുടെ മറ്റൊരാൾ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് അയാളോട്, കൂട്ടുകാരൻ നിങ്ങളോട് വല്ല ദ്രോഹം ചെയ്താൽ പിന്നെ ഞാൻ അവളോട് ഇനി മിണ്ടത്തില്ല എന്ന് പറയരുതെന്നാണ് അതിൻ്റെ. നേരത്തെ ഞാൻ പറഞ്ഞു അത് ക്ഷമിക്കുന്ന ഒരു സ്വഭാവം എവിടെ നിന്ന് വരുന്നത്? ഹൃദയത്തിൽ നുറുക്കം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഹൃദയകാഠിന്യമുള്ളവർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല, ക്ഷമിക്കാതിരിക്കാൻ പറ്റും. അവർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. അവരെപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ സൗമ്യതയുള്ളവരാണെങ്കിൽ, താഴ്മയുള്ളവരാണെങ്കിൽ, ഹൃദയത്തിൽ നുറുക്കമുള്ളവരാണെങ്കിൽ, നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾക്ക് വേഗത്തിൽ ക്ഷമിക്കാൻ പറ്റും. അതിന് പകരം സാധാരണഗതിക്ക് എല്ലാവരും പറയുന്നത് എന്താണ്? ന്യായം മുഴുവൻ എന്റെ പക്ഷത്താണ്, ഞാനല്ലേ ന്യായം, എന്റെ ഭാഗത്താണ് മുഴുവൻ ശരി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്തുമാത്രം കഷ്ടവും നഷ്ടവും പ്രയാസവും എനിക്ക് നേരിടേണ്ടി വന്നു. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ക്ഷമിക്കും? ഇതാരാ ചോദിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാ? നമ്മളും അവരെ പോലെ തന്നെ. ആരെ പോലെ? ലോകക്കാരെ പോലെ തന്നെ. നൂർക്കപ്പെട്ടിട്ടില്ല. വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾക്ക് ചില റൈറ്റ്സ്, അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടും. അത് വലിയ മുതിർന്നവരാണ് അവരുടെ സ്ഥാനത്തിന്റെയും പ്രായത്തിന്റെയും മെത്ത വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് എന്റെ വാക്ക്. പക്ഷെ നിങ്ങൾ വേറെ രീതിയിൽ അത് അവകാശത്തിനായിട്ട് പോരാടും. വേറെ രീതിയിൽ നിങ്ങൾക്കും നിങ്ങളും ചിലപ്പോൾ വാശി പിടിക്കുന്നു. നേരത്തെ പറഞ്ഞ വാശിയാണ്. അപ്പോഴാണ് വരുന്നത്, ഞാൻ ഇതൊക്കെ ചെയ്തല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഇത് തന്നുകൂടെ, അല്ലെങ്കിൽ ഇത് ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് ഒരു ബലം പിടുത്തം. അത് നൂർക്കപ്പെട്ട ഒരു നിന്ന് വരുന്നതല്ല. ഈ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അവകാശപ്പെട്ടു, എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നൂർക്കപ്പെട്ടതല്ല. നൂർക്കപ്പെട്ട ഒരു ആളിൽ നിന്ന് വരുന്നതല്ല. നിങ്ങൾ പഠിക്കുന്നത് വീട്ടില് ഒരിക്കലും ഒരു കാര്യത്തിനും ഇനിയും നിങ്ങൾ വാശി പിടിക്കരുത്. അല്ലെങ്കിൽ ഇപ്പം ഒരു അമ്മ വീട്ടിൽ നമുക്ക് വാശി പിടിക്കരുതെന്ന് പറയുന്നത് എനിക്കൊരു കാര്യം വേണമെന്നുള്ളതിന്റെ കാര്യത്തിൽ മാത്രമല്ല, അനുസരണത്തിന്റെ കാര്യത്തിൽ. അത് നമുക്ക് അത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരാൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അമ്മ പറയാ, നീ പോയി ഒരു സാധനം മേടിച്ചിട്ട് പോവാം. ഞാനിപ്പോ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, എനിക്കിപ്പോ പോകാൻ പറ്റത്തില്ല. അവിടെ ഒരു വാശിയുണ്ട് ഇല്ലേ? അവിടെ ഒരു വാശിയില്ലേ? ഒരു അവകാശമുണ്ട്. ഞാനിപ്പോ സ്കൂളിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അതും ഇതിനകത്ത് വരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാവുമോ? അതുപോലെ തന്നെ ഇപ്പൊ അത് വീട്ടിൽ മാത്രമല്ല, ഏത് സാഹചര്യത്തിലും നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഒരാൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞു, വേറെ ആൾ ആരെങ്കിലും എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം പറയും, നമ്മളോട് പറഞ്ഞപ്പോൾ ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പോൾ തന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യണമെന്നുള്ളതാണ് ദുർക്കത്തിന്റെ ലക്ഷണം, സൗമ്യതയുടെ ലക്ഷണം, താഴ്മയുടെ ലക്ഷണം. അല്ലാതെ അവിടെ ഒരു ന്യായം പറയുന്നുണ്ട്, അത് ഞാൻ ഇന്ന കാര്യം ഇപ്പൊ എനിക്ക് അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ന്യായമായിരിക്കും. ചിലപ്പോൾ പറയുന്ന ആൾക്ക് വലിയ ന്യായീകരണങ്ങളൊക്കെ കാണും. പക്ഷേ അത് എന്തില്ല? അവിടെ എന്തില്ല? ദുർക്കമില്ല, സൗമ്യതയില്ല, താഴ്മയില്ല. ഇതാണ് നമുക്ക് അവകാശങ്ങളുണ്ടാവും, നമ്മുടെ ഭാഗത്ത് ശരിയായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ഉടനെ തന്നെ ഒരു കാര്യം ഒരാൾ നമ്മളോട് പറഞ്ഞാൽ, നമ്മുടെ കാര്യം പറയാന്ന് വെച്ചാൽ നമുക്ക് അധികാരപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു അധികാരി നമ്മളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അതിന് ഉടനെ തന്നെ അതിന് വിധേയപ്പെടുന്നതാണ് യഥാർത്ഥത്തിലുള്ള താഴ്മ, നുറുക്കം. അതുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നിങ്ങൾ കുറെ കാര്യങ്ങൾ കേട്ടു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ 100% അങ്ങനെ സംഭവിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അല്ല, സംഭവിക്കുകയോ ഇല്ല എന്നുള്ളത് ഇല്ലെന്ന് ഇപ്പോഴാന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനല്ല. സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നടക്കുന്ന ഇല്ല ഇല്ലെന്ന് പറയാനല്ല ചോദ്യം. വേണ്ടേ? പുതിയ മനുഷ്യനല്ലേ? പുതിയ മനുഷ്യനിൽ ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അത് വായിച്ച വാക്യം അത് നമ്മളെ നടത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്ന് സ്നാനപ്പെടുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളെ മുന്നോട്ട് നടത്തുന്നത് ദൈവാത്മാവിന്റെ ശക്തിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് നടക്കാനുള്ള ശക്തി ദൈവം തരും.
ദൈവം തരും എന്ന് വിശ്വസിക്കണം. പക്ഷെ എന്നാൽ ചിലപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ വീണു പോകും. ചിലപ്പോൾ നമുക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ബോധപൂർവം ചെയ്യുന്നില്ല. അതാണ് വീണ്ടും ജനത്തിന്റെ സന്ദീപത്തിൽ നമ്മൾ പഴയ മനുഷ്യൻ പാപം ചെയ്യാൻ ഇഷ്ടപ്പെട്ടതും പാപത്തിലായിരുന്നു. എന്നാൽ പുതിയ മനുഷ്യൻ അങ്ങനെയല്ല. പുതിയ മനുഷ്യനിൽ നമ്മൾ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് വെച്ചു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ അപ്പോഴും ഇടയ്ക്കൊന്ന് തെറ്റിപ്പോകാം, വീണു പോകുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിരാശപ്പെടുകയല്ല വേണ്ടത്. എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ എഴുന്നേറ്റ് മാനസാന്തരപ്പെട്ട ദൈവം ആ കാര്യങ്ങളെ പാപമെന്ന് വിളിച്ച് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഏറ്റുപറയണം. തെറ്റ് ചെയ്തവരോട് ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്തായിത്തീരും? പ്യുവറായി, വീണ്ടും ശുദ്ധിയായി തീരും. അതും ദൈവത്തിന്റെ വചനമാണ്. ഏതാ വചനം? 1 യോഹന്നാൻ 1:9. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിലോ അവർ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് എല്ലാ നീതിയിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാവുന്നു. നമ്മളെ ദൈവം വീണ്ടും ശുദ്ധീകരിക്കുന്നു. ഈ ഒരു പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ പറഞ്ഞെല്ലാം അനുസരിക്കുക, പറഞ്ഞല്ല. അപ്പോൾ നമ്മൾ ജീവിതത്തില് ഗൗരവത്തോടെ കണ്ട് അനുസരിക്കുകയും അനുഭവിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാനായിട്ട് ദൈവാത്മാവൻ നിങ്ങളെ സഹായിക്കും. അപ്പൊ ആ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് നിങ്ങളെ സ്കൂളിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്, വ്യത്യസ്തരായിട്ട് നിൽക്കുന്നത്. ഇത് കേട്ടപ്പോൾ നമുക്ക് പലയിടങ്ങളിൽ നമുക്ക് ഈ വേർപാട് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഓർത്ത് ആരെങ്കിലും നിരാശ തോന്നുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. നമുക്ക് ഇന്ന് മാനസാന്തരപ്പെടാം. മേയ്ക്ക് ഭയങ്കര നിരാശ തോന്നുന്നുണ്ട്. ഞാൻ ഈ എഞ്ചിനീയറിംഗ് കോളേജ് പോയപ്പോഴൊന്നും ഇപ്പൊ ഈ പറഞ്ഞുകൊള്ളുന്നു ഞാൻ വേർപെട്ട് നിന്നില്ല എന്ന്, ഞാൻ അവരോട് അങ്ങ് മിങ്കിൾ ചെയ്ത് പോയി എന്ന് തോന്നുന്നുണ്ട്. വിഷമം തോന്നുന്നു. നീ വളരെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. നിരാശപ്പെടണ്ട. നിന്ന് മാനസാന്തരപ്പെട്ടാൽ മതി. നീ മാനസാന്തരപ്പെട്ടാൽ മതി. ഏറ്റു പറഞ്ഞാൽ മതി. അന്ന് എനിക്ക് ആ വേർപാട് സൂക്ഷിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റു പറഞ്ഞാൽ മതി. ഇന്ന് രക്ഷയുടെ ദിവസമാണ്. ഇന്ന് മാനസാന്തരത്തിനുള്ള സമയമാണ്. നമുക്ക് വേർപാട് സൂക്ഷിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് വേർപെട്ടവരായിരിക്കാം. വേർപാടിന്റെ അനുഭവം നമുക്കുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളോട് പറഞ്ഞ വാക്യങ്ങൾ നമുക്ക് ദൂരമുള്ളതാക്കി ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ തന്നെ നമുക്ക് ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നിങ്ങളെ സഹായിക്കും. ശുശ്രൂഷയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം എടുക്കാം. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടെ കുഞ്ഞുങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ സൗരമാരങ്ങളെ പങ്കുവെച്ചപ്പോഴത്തേക്ക് വീണ്ടും കേട്ട ഒരു കാര്യം പ്രധാനപ്പെട്ടായിട്ട് കേട്ട എന്തായിരുന്നു? മരണത്തെക്കുറിച്ച് അല്ലേ? ഇപ്പൊ ലാസ്റ്റും പറഞ്ഞു മരിക്കുക മരണ പുനരുത്ഥാനത്തെ കുറിച്ച്. അല്ലെങ്കിൽ ഈശ്വര ജീവൻ വെളിപ്പെടണമെങ്കിൽ നമ്മൾ മരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നുറുക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊരു മരിച്ച മനുഷ്യൻ അതൊന്നും ചെയ്യത്തില്ല അല്ലെ? മനുഷ്യൻ ശക്തമായ വാക്കുകളിൽ സംസാരിക്കത്തില്ല. മരിച്ച മനുഷ്യൻ വാശി പിടിക്കത്തില്ല. മരിച്ച മനുഷ്യൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. മരിച്ച മനുഷ്യനെ സംബന്ധിച്ചുള്ള അവനൊന്നും പ്രശ്നമില്ല. അതാണ് നമുക്ക് മരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അത് പഴയ മനുഷ്യൻ മരിച്ചു. എന്നാൽ ജീവിക്കുമ്പോൾ വീണ്ടും നമ്മളെ ഇതിലേക്ക് വലിക്കുന്ന എന്തുണ്ട്? നമ്മൾ പ്രസാദന്മാരോട് കേട്ട് എന്താണ്? നമുക്ക് എന്തുണ്ട്? നമ്മുടെ ജഡം, പാപകരമായ ഒരു ജഡമുണ്ട്. അത് പിന്നെയും ജീവിക്കാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ മരിപ്പിക്കേണ്ടത്. അതെങ്ങനെ മരിപ്പിക്കുന്നത്? ദൈവത്തിന് റോമാലേഖനത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് മരിപ്പിക്കുന്നത്? ആത്മാവിനാൽ. റോമാലേഖനം 8-ാം അധ്യായം വായിക്കാം. എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമുക്ക് അത് ബാധകമാണ്. എല്ലാവർക്കും നേരത്തെ വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരെന്ന് പറയുന്നവർക്കും ഇത് ബാധകമാണ്. അവർക്ക് ബാധകമല്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഇത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. മറന്നു പോകരുത്. നമുക്ക് എപ്പോഴും ഓർക്കേണ്ട ഒരു ജീവന്റെ വചനമാണിത്. എന്താണ്? ആത്മാവിനാൽ ശരീരത്തിന്റെ അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അത് 8-ാം അധ്യായം 8-ാം വാക്യമാണ്. 13-ാം വാക്യം എടുത്തോ നിങ്ങൾ അതിനകത്ത്. ജഡത്തിന്റെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളെ ഇല്ലാതാക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇതൊരു പ്രധാനപ്പെട്ട വാക്യമാണ്. ഇതാണ് നമ്മൾ നാൾതോറും ചെയ്യുന്നത്. ഇത് ആരാ ചെയ്യുന്നത്? ആത്മാവ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? അപ്പൊ എന്തോ വേണ്ടത്? എല്ലാ ദിവസവും വേണ്ട പ്രാർത്ഥന എന്താ? ഇതൊക്കെ നമ്മൾ എവിടുന്ന? ഇതെല്ലാം കണ്ടുപിടിക്കുന്ന എവിടുന്ന? ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് എവിടെ? വചനത്തിൽ നിന്നാണ്. വചനം നമ്മൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്.
നേരത്തെ പറഞ്ഞ പോലെ ഇത് 5 വിരലുകൾ കൊണ്ട് നമ്മൾ വചനം മുറുകെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ വചനം മുറുകെ പിടിച്ചിരിക്കുകയാണ്. വചനത്തിലാണ് ഇതെല്ലാം ഇത് പറഞ്ഞത് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെ, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തനം മരിപ്പിക്കണമെങ്കിൽ ആത്മാവിനെ ഓരോ ദിവസവും ലഭിക്കണം, പ്രാപിക്കണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? അതിനും ഇപ്പൊ പറഞ്ഞപ്പോ മരിച്ചാൽ നമ്മൾ ആത്മാവിനാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നമ്മുടേതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? നമ്മള് ഈ സക്രിയ പ്രവർത്തനത്തിലേക്ക് വരാം. ഇത് വാഗ്ദാനമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാപിക്കണമെന്നില്ല. നമ്മൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം. എന്താണ്? സക്രിയ പ്രവചനത്തിൽ ആ കാര്യം ഒരു വാക്യം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. സക്രിയ പ്രവചനം 10-ാം അധ്യായത്തിലെ 1-ാം വാക്യം. പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും, പിന്മഴയുടെ കാലത്ത് മഴയ്ക്ക് വേണ്ടി യഹോവയുടെ അപേക്ഷിക്കുകയും. അത് നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ അത് പറഞ്ഞായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ് പിന്മഴയുടെ കാലത്ത് എന്ന് പറയുമ്പോൾ? ഓൾറെഡി പെന്തിക്കോസ്ത് നാളിൽ ആത്മാവിനെ പകർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് കൃപായുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇന്ന് ആത്മാവിനെ പകരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പഴയ നിയമകാലത്തുണ്ടായിരുന്ന പോലെ അല്ല. പുതിയ നിയമ കാലഘട്ടത്തിൽ ഇന്ന് പെന്തിക്കോസ്ത് നാളിന് ശേഷം ആത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ പെന്തിക്കോസ്ത് നാളിൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും അവിടെ എന്താ ആവശ്യപ്പെടുന്നത്? പിന്മഴയുടെ കാലത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ, മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മൾ അതല്ലാതെ ഒരു അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അല്ലെ. ഒരിക്കൽ പറയപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമില്ല, പരിശുദ്ധാത്മാവ് അന്ന് വീണ്ടും ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ മേൽ ആത്മാവിനെ പകരുന്നിരിക്കുന്നു, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മേൽ ആത്മാവുണ്ട്. അങ്ങനെയല്ല. അത് മാത്രം പോരാ. ആത്മാവുണ്ട്, ശരിയാണ്. പക്ഷെ ആത്മാവ് ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഓരോ ദിവസവും ആത്മാവിന്റെ നിറവ് ആവശ്യമുണ്ട്. പിന്മഴയുടെ കാലത്ത് മഴയ്ക്കായിട്ട് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. നമുക്ക് ആത്മാവിന്റെ അഭിഷേകം ആവശ്യമുണ്ട്. ഓരോ ദിവസവും ആത്മാവിന്റെ അഭിഷേകം ആവശ്യമുണ്ട്. ഓരോ ദിവസവും ആത്മാവിനാലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ഇന്ന് ആത്മാവിനാൽ നിറയ്ക്കണമേ, എന്നെ ഇന്ന് ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, അതാണ് നമ്മളെ ഓരോ ദിവസവും ജീവിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നടത്താൻ പോകുന്നത് വചനമാണ്. വേറെ പറഞ്ഞല്ലേ, വചനമാണ്. വചനത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവനെ ഓരോ ദിവസവും മരിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തും. ആത്മാവിനോട് നിങ്ങൾ ഓരോ ദിവസം പ്രാർത്ഥിക്കണം. വചനം വെറുതെ ഇങ്ങനെ കാഷ്വലായിട്ട് വായിക്കാനല്ല. ഒരു കുറച്ച് അടുത്ത ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരു വാക്യം ഉള്ളെങ്കിൽ നമ്മളത് ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. കുറച്ച് സമയം ഉള്ളെങ്കിൽ ഒരു വാക്യം. ഞാൻ പണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പണ്ടും വായിക്കുമായിരുന്നു. രക്ഷിക്കപ്പെടുന്നുണ്ട് സങ്കീർത്തനം. അത് എൻ്റെ എങ്ങനെയോ കിട്ടിയൊരു പരിചയം. ഞാൻ നല്ല അന്ന് ഈ ഒരു ബോധമില്ലാത്തപ്പോൾ ബോധമില്ലാതെ വന്നിരിക്കുന്ന സമയത്ത് ബൈബിള് പറഞ്ഞിട്ട് 5 സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ എന്തോ പോലെയായിരുന്നു. അങ്ങനെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പൊ വചനം വായിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, അതിനൊരു കാര്യമില്ലെന്നാ ഞാൻ അത് ഒരു ബോധമില്ലാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ വന്നിട്ടാണെ പോലും ഈ ബൈബിള് തുറന്നൊരു 5 വാക്യം വായിച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥയായിരുന്നു അന്ന്. അങ്ങനെ വായിക്കാനല്ല നമ്മൾ വായിക്കുന്നത്. ഞാൻ എന്ന് വെച്ചാൽ കാഷ്വലായിട്ട് വായിക്കാനല്ല. ഇത് നിങ്ങൾക്കൊരു എന്താ പറയേണ്ടത്, നിങ്ങൾക്കൊരു ആഹാരത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണ്ടുകൊണ്ട് വചനത്തെ നിങ്ങൾ സമീപിക്കണം. അത് നിങ്ങളെ മനസ്സിൽ നിന്ന് മാറരുത്. വചനമാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. നിങ്ങളുള്ള എല്ലാവരോടും കൂടെ പറയുന്നത്, എല്ലാവരും അത് കേൾക്കണം. വചനമാണ് നമ്മളെ നടത്തുന്നത്, വചനമാണ് നമ്മളെ നടത്തുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. മറ്റൊരു ഫോം ഓഫ് റിലീജിയൻ നമുക്ക് വേണ്ട. മറ്റു വേഷം ഭക്തിയുടേതായിട്ടുള്ള ഒന്നും നമുക്ക് വേണ്ട. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനം നൽകുന്ന പ്രമാണം, ദൈവവചനം നൽകുന്ന കൽപ്പനകൾ, ദൈവവചനം നൽകുന്ന വാഗ്ദാനങ്ങൾ, അവയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ഇന്ന് പാൽക്കാലം നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ആത്മാവിന്റെ ബലത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് ചെലവഴിക്കാം. ദൈവമുമ്പാകെയാണ് നമ്മൾ നിൽക്കുന്നത്. സകലത്തെ അറിയുന്ന, നമ്മുടെ നിലവുകളെയും ചിന്തകളെയും അറിയുന്ന ദൈവത്തിന് മുമ്പിലാണ്.
ഈ വചനത്തിന് മുമ്പാകെ ദൈവവചനം കേട്ട ദൈവത്തിന്റെ ആത്മാ നമ്മളെ ഇന്ന് കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കുഞ്ഞുങ്ങളോടാണ് പറഞ്ഞതെങ്കിലും പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാം. നമ്മൾ വചനത്തെ ഗൗരവത്തോടെ എടുക്കുന്നവരാണോ? ഹൃദയത്തിന്റെ നുറുക്കം എത്രത്തോളം നമുക്കുണ്ട്? താഴ്മയിൽ നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ട്? സഫന്യാവിൽ നമ്മൾ വായിക്കുന്ന പോലെ ഈ അന്ത്യനാളിൽ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു ശേഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ പ്രത്യേകത, അവർ താഴ്മയുള്ളവരായിരിക്കും എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അവർ താഴ്മയുള്ളവരായിരിക്കും. താഴ്മയുള്ളവരുടെ ഒരു ലക്ഷണം അതിനകത്ത് അതിൽ പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. അതിനകത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? താഴ്മയുള്ളവർ ഭക്ഷിച്ച് കിടന്നുറങ്ങും എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുമെന്നാണ് താഴ്മയുള്ളവർക്ക്. നമുക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ താഴ്മയുടെ കുറവാണോ എന്ന് പരിശോധിക്കണം. ചിലപ്പോൾ അങ്ങനെയാകാം. ദിവസം നമുക്ക് പരിശോധിക്കാം. ദൈവവചനത്തോടെ നമ്മുടെ സമീപനം ഗൗരവമുള്ളതാണോ? ഇന്ന് കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞെങ്കിൽ നമ്മളത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ വചനത്തെ ഗൗരവത്തോടെ സമീപിക്കുന്നുണ്ടോ? വചനത്തെ 100% അതാണ് എന്നെ നടത്തുന്നുള്ള വിശ്വാസമുണ്ടോ? വിശ്വാസം തന്നെ അതിൽ നിന്നാണ്. നമ്മൾ കേട്ടല്ലോ, വചനത്തിന്റെ കേൾവിയാണ്. ദൈവം എന്നോട് സംസാരിക്കുന്നു, കർത്താവ് എന്നോട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ഓരോ വചനം വായിക്കുന്നത് ആ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ? ഒരു ചടങ്ങ് പോലെയാണോ നമ്മുടെ വചനത്തിന്റെ കേൾവിയും വചനത്തെ വായിക്കുന്നതും ഒക്കെ? ദൈവം എന്നോട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വചനത്തെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനത് ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം വചനത്തിലൂടെ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സൗര്യമാരെ നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. നമുക്ക് അങ്ങനെ സമർപ്പിക്കാം. ഓരോ ദിവസവും കർത്താവെ, വചനത്തിലൂടെ എന്നോട് സംസാരിക്കണം. എനിക്ക് ആ ശബ്ദം, അങ്ങനെ ശബ്ദം എനിക്ക് വചനത്തിലൂടെ കേൾക്കണമെന്ന് ഇന്ന് ഒരു പുതുക്കത്തോടെ നമുക്ക് പറയാം. ഇന്നൊരു പുതിയ അനുഭവം പോലെ നമുക്ക് ഏറ്റു പറയാം. അതെ കർത്താവെ, ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഞാൻ നിരാശപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ അത് ഏറ്റുപറയുന്ന കർത്താവെ, എന്നെ വചനത്തിലൂടെ എന്നോട് അവിടുത്തെ ശബ്ദം കേട്ട് എന്നെ നടത്തുവാണ്ടാക്കണം. വചനത്തിലൂടെ എനിക്ക് അവിടുത്തെ ശബ്ദം കേൾക്കണം. ഞാൻ അതിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു പറയാം. നമുക്ക് വ്യക്തിപരമായിട്ട് മറ്റാരെയും നോക്കണ്ട, മറ്റാരെയും കാണണ്ട, മറ്റാരുടെ മുമ്പിലല്ല, നമ്മൾ ദൈവത്തിന് മുമ്പിലാണെന്നുള്ള ബോധത്തോടെ രഹസ്യത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് സമർപ്പിക്കാം, ദൈവമുമ്പാകെ സമർപ്പിക്കാം, ദൈവമുമ്പാകെ നമ്മുടെ അപേക്ഷകളെ സമർപ്പിക്കാം. ഓരോ ദിവസവും നമ്മളെ നടത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്. താഴ്മയും നുറുക്കമുള്ളവർക്കാണ് ദൈവത്തിന്റെ കൃപ. ഇത് പ്രമാണമാണ് പ്രിയമുള്ളവരെ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞ അവർക്കൊരു തുടക്കം എന്നുള്ള രീതിയിൽ, അവർക്ക് ഏറ്റവും ആവശ്യമുള്ള രീതിയിൽ ആയിട്ട് നമ്മൾ കാണരുത്. എനിക്ക് ആവശ്യമുള്ളതാണ് ദൈവത്തിന്റെ കൃപ. ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപയാണ് എന്നെ നടത്തുന്നത്. ഭക്തിയോടെ, നീതിയോടെ, ലോകമോഹം വെടിഞ്ഞ് ഈ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. അതാണ് എന്നെ ശിക്ഷിച്ച് വളർത്തുന്നത് എന്നുള്ള തീത്തോസിന്റെ ലേഖനത്തിലെ വാക്യം. അത് അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ്. താഴ്മയുള്ളവർക്കാണ് ദൈവത്തിന്റെ കൃപ. വേർപാട് നമുക്കും ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമുക്കും ഒരു വേർപാടുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ, അതെ, നമ്മൾ അവരുമായിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ പോകണം. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പല കാര്യങ്ങളിൽ നമുക്ക് ഇടപെടേണ്ടി വരും. ചില കാര്യങ്ങൾക്ക് നമുക്ക് അവരുമായിട്ട് ചേർന്ന് പോകേണ്ടി വരും. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ നമുക്കൊരു വേർപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കും. നമ്മൾ അവരുടെ കൂടെ നമ്മളെ കാണുമ്പോൾ അവർ നമ്മളെ ഈ നമ്മുടെ ആത്മീയ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ കളിയാക്കിക്കൊണ്ട് ചിലപ്പോൾ പറയും. പക്ഷെ അവിടെ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കണം. ആ വേർപാട് നമുക്കുണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഈ വേർപാടിന്റെ അനുഭവത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.